ഗോവിന്ദചാമി 2011 കേരളത്തിലെ മനുഷ്യ മനസ്സുകളെ ഞെട്ടിച്ചുകൊണ്ട് കടന്നു വന്നൊരു പേര്. ആ പേര് ഇപ്പോഴും ഇവിടെ 14 വർഷങ്ങൾക്ക് ശേഷവും ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ കാരണക്കാരാര്, അതിൻ്റെ കാരണം എന്ത്? കാരണം നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകൾ, ഇരയ്ക്ക് അനുകൂലമല്ലാതെ വേട്ടക്കാരന് അനുകൂലമായിട്ടുള്ള വിധികൾ അല്ലേ? 2011 അടക്കം മോഷ്ടിച്ചിട്ട് ജയിലിൽ പോയ ഒരാളല്ല ഗോവിന്ദചാമി എന്ന് പറയുന്നത്. ഒരു പാവം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും കല്ലുകൊണ്ട് തലയ്ക്കടിക്കുകയും അതിനിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്ത ഒരു കൊടും കുറ്റവാളിയാണ് ഗോവിന്ദചാമി എന്ന് പറയുന്നത്. അന്ന് കേരളത്തിലെ ഓരോ മനുഷ്യ മനസ്സും ആഗ്രഹിച്ചു അവനെ കൊല്ലണമെന്ന്, ഞാൻ ഉൾപ്പെടെ. അമ്മമാര്, പെങ്ങന്മാര്, സഹോദരന്മാര്, സഹോദരിമാര്, കാരണവന്മാർ എല്ലാവരും തേടി നമ്മുടെ നിയമ സംവിധാനത്തിനെ ആശ്രയിച്ചു. കേസ് നടന്നു, അതിവേഗ കോടതിയിൽ കേസ് നടന്നു, അതിവേഗ കോടതി ശിക്ഷ വിധിച്ചു, വധശിക്ഷ. ഭിക്ഷക്കാരനായിട്ട് ഒന്നുമില്ലാത്ത ഗോവിന്ദചാമിക്ക് ലക്ഷങ്ങൾ മേടിക്കുന്ന സുപ്രീം കോടതിയിൽ നിന്ന് വക്കീൽ വന്നു. ആളൂര് ചത്തുപോയി, പോട്ടെ, അതാ നല്ലത്, നേരത്തെ പോകേണ്ടതായിരുന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നു, ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തമാക്കി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ നികുതി പൈസ കൊണ്ട് ചിക്കനും മട്ടനും പോർക്കും ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ജയിലിൽ മേടിച്ച് സുലഭമായി കഴിയാൻ പറ്റുന്ന സംവിധാനം, അതാണ് ജീവപര്യന്തം. അങ്ങനെ കണ്ണൂരിലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അതീവ സുരക്ഷയുള്ള സെല്ലിൽ ഗോവിന്ദചാമിനെ പാർപ്പിച്ചു. ഇന്ന് പുലർച്ചെ ഗോവിന്ദചാമി ജയിൽ ചാടി. 4 ആൾ പൊക്കമുള്ള മതിലും അതിന് മേലെ 1.5 മീറ്റർ ഹൈറ്റുള്ള വൈദ്യുതി ഫെൻസിങ്ങും മറികടന്ന് ഗോവിന്ദചാമി പുറത്തെത്തി. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദചാമിയെ നാട്ടുകാരും പോലീസുകാരും കൂടെ ചേർന്ന് പിടിച്ചു വീണ്ടും ജയിലിലേക്ക്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഒരു ഒറ്റ കൈ മാത്രമുള്ള ഒരു ഗോവിന്ദചാമി എന്ന് പറയുന്ന കൊടും കുറ്റവാളി അതീവ സുരക്ഷയുള്ള സെല്ലിൽ നിന്ന് 4 ആൾ പൊക്കമുള്ള മതിലും മറികടന്ന് അതിൻ്റെ മേളിലുള്ള 1.5 മീറ്ററുള്ള വൈദ്യുതി ലൈൻ മറികടന്ന് താഴെ എത്തണമെങ്കിൽ ഗോവിന്ദചാമിക്ക് അകത്തുനിന്നോ പുറത്തുനിന്നോ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ? കിട്ടിയിട്ടുണ്ടാവണം. ഗോവിന്ദചാമി അഴി കട്ട് ചെയ്യാൻ എടുത്തത് ആക്സോ ബ്ലേഡ് എവിടെ നിന്ന് കിട്ടി? ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി, വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടി എന്നാണ് പറയുന്നത്. അത് വെച്ച് അവൻ മാസങ്ങളോളം ആസൂത്രണം ചെയ്ത് കമ്പി കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും ഇത് കണ്ടില്ല, ഗവനിച്ചില്ല, അറിഞ്ഞില്ല. അതീവ സുരക്ഷയുള്ള സെല്ലിൽ കിടക്കുന്ന ഗോവിന്ദചാമി കിടക്കുന്ന സെല്ലിൻ്റെ സമീപത്ത് CCTV ക്യാമറകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്തുകൊണ്ട്? ജയിലുകളിൽ ക്യാമറ ഇല്ലാത്തത് കൊണ്ടാണോ? ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു കുറ്റവാളിനെ പാർപ്പിക്കുന്ന സെല്ലിന് അടുത്ത് എന്തായാലും CCTV ക്യാമറ വെച്ചിട്ടുണ്ടാവണം. അങ്ങനെ വെച്ചിട്ടില്ലേ? അത് ഉത്തരവാദിത്തം ഇല്ലായ്മയല്ലേ? സുരക്ഷാ വീഴ്ചയല്ലേ? ആണ്. ഈ തുണികൾ കൂട്ടിക്കെട്ടിയിട്ടാണ് മതിലിൻ്റെ മേളിലേക്ക് ഇട്ടിട്ട് മതിലിൻ്റെ മേലെ നിന്ന് പുറത്ത് കടന്നതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ തുണി കൂട്ടിക്കെട്ടാൻ ഈ ഒറ്റ കൈ ഉള്ളവനിക്ക് എങ്ങനെ സാധിച്ചു? ഇനി അങ്ങനെ സാധിച്ചു എന്നിരിക്കട്ടെ, ഈ തുണികൾ എവിടെ നിന്ന് കിട്ടി? ചില വാർത്തകളിൽ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ മുൻപ് ജയിൽ മോചിതരായിട്ടുള്ള ആളുകളുടെ ഡ്രസ്സുകളാണ്, പഴയ ഡ്രസ്സുകളാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ എവിടെ? ഇത് സംസ്കരിക്കപ്പെടുന്നില്ലേ? അല്ലെങ്കിൽ ഇത് തോന്നുന്ന പോലെ ജയിലിൽ കൂട്ടിയിടുകയാണോ? ഇങ്ങനെ ഗോവിന്ദചാമിക്ക് ഇത് ഇങ്ങനെ ഈ 4 ആൾ പൊക്കമുള്ള മതിലിലേക്ക് കയറാൻ പാകത്തിന് അത്രയും തുണികൾ സുലഭമായിട്ട് കിട്ടാൻ ഇത് അലക്ഷ്യമായിട്ട് ജയിലിൻ്റെ സമീപത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു? ഉണ്ടാവണമല്ലോ, അല്ലാണ്ട് കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടു കൊടുക്കണം, അല്ലെങ്കിൽ ജയിലിലുള്ള ഉദ്യോഗസ്ഥർ ഗോവിന്ദചാമിക്ക് കൊടുത്തിട്ടുണ്ടാവണം. ആരാ കൊടുത്തത്? എവിടുന്നാണ് വന്നേ? അന്വേഷിക്കപ്പെടണം. വേണ്ടേ? വേണം. 4 ആൾ പൊക്കമുള്ള മതിലിന് മേലെ 1.5 മീറ്ററിൽ ഹൈറ്റിൽ ഫെൻസിങ്, വൈദ്യുതി ഫെൻസിങ്. എന്തുകൊണ്ട് അതിൽ പവർ സപ്ലൈ ഇല്ല? അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? എന്തുകൊണ്ട് അതിൽ വൈദ്യുതി സപ്ലൈ ഇല്ല? അതുകൂടാതെ ഇവൻ മാസങ്ങളായിട്ട് ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ. ഡോക്ടറുടെ അടുത്ത് നിന്ന് അത് എഴുതി മേടിച്ചു കുറിപ്പടിയായിട്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഡോക്ടർ ആ കുറിപ്പടി എഴുതി കൊടുത്തത്? അവന് എന്ത് അസുഖമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോറ് മാറ്റി ചപ്പാത്തിയാക്കി കൊടുത്തത്? നിങ്ങൾ കേൾക്കണം. ഒരു കൊടും ക്രൂരകൃത്യം ചെയ്തിട്ട് പോയ ഒരു പ്രതി ആവശ്യപ്പെടുകയാണ്, എനിക്ക് നാളെ മുതൽ ചോറ് വേണ്ട, എനിക്ക് ചപ്പാത്തി മതി. അപ്പോഴേക്കും ഡോക്ടറും ഉദ്യോഗസ്ഥരും ചപ്പാത്തിയുമായിട്ട് മുമ്പിൽ. എന്താ അല്ലേ?
നമ്മുടെ നിയമം. മരിച്ച പെൺകുട്ടി എൻ്റെ ആരുമല്ല, ഞാൻ ആ പെൺകുട്ടീനെ കണ്ടിട്ടില്ല. പക്ഷേ ഒരു കൂടപ്പിറപ്പ് എന്ന രീതിയിൽ, ഒരു സഹോദരൻ എന്ന രീതിയിൽ ഉള്ളിൻ്റെ ഉള്ളൊരു വേദനയുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഓരോ പെൺകുട്ടികളെയും അവിടെ ഇവിടെയും കത്തിച്ചും കൊന്നും ചാമ്പലാക്കിയെന്നും കേൾക്കുമ്പോൾ നോവുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത്? ശിക്ഷയില്ല. നമുക്ക് കേൾക്കാമല്ലോ, അനവധി കേസുകളിലെ പ്രതി പിടിയിലായി, നിരവധി കേസുകളിലെ പ്രതി പിടിയിലായി, 50 കേസുകളിലെ പ്രതി പിടിയിലായി. എന്തുകൊണ്ട് അനവധി നിരവധി 50 കേസുകളിലെ പ്രതി പിടിയിലായി എന്ന് വാർത്ത വരുന്നേ? ഒരു കാര്യം ചെയ്യുമ്പോൾ അർഹമായ ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ചെയ്യത്തില്ല. നമ്മളുടെ നിയമം പലപ്പോഴും ഇരയ്ക്കൊപ്പം അല്ലല്ലോ, വേട്ടക്കാരനൊപ്പം അല്ലേ. മാറ്റി എഴുതപ്പെടേണ്ടതുണ്ട് നമ്മളുടെ കാലഹരണപ്പെട്ട നിയമ സംവിധാനങ്ങൾ, ശിക്ഷാരീതികൾ. ഇല്ലെങ്കിൽ ജനം തെരുവിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടം വിദൂരമാണ്. എനിക്കിവിടുത്തെ പെൺകുട്ടികളോടും സ്ത്രീകളോടും എല്ലാവരോടും പറയാനുള്ളത്, അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഗോവിന്ദചാമിക്ക് എതിരെ സുപ്രീം കോർട്ടിൽ വീണ്ടും കേസ് ഫയൽ ചെയ്യണം. വധശിക്ഷ നടപ്പിലാകുന്നത് വരെ തെരുവിൽ ഇറങ്ങി നിന്ന് പൊരുതാൻ കഴിയണം നമുക്ക്. ഇനി ഇതുപോലെ ഒരു ഗോവിന്ദചാമിമാരും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. പറ്റുമോ നിങ്ങൾക്ക്? ഇവിടുത്തെ ഇഷ്ടംപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലേ, സംഘടനകളില്ലേ? നിങ്ങൾക്ക് പറ്റുമോ? ചില ന്യൂസുകളിലേക്ക് കണ്ടത് വെച്ചിട്ടാണെങ്കിൽ ഗോവിന്ദചാമിക്ക് ചോറ് മാറ്റി ചപ്പാത്തി എഴുതി കൊടുത്ത ഡോക്ടർ അടക്കം, അവിടെ കാവലിൽ നിൽക്കുന്ന ഗാർഡ് അടക്കം, അവിടുത്തെ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്, പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഉള്ളിൽ നിന്നാണോ പുറത്തു നിന്നാണോ ഗോവിന്ദചാമിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുള്ളതെന്ന്. ഒന്നുകിൽ ഗോവിന്ദചാമിയുടെ ഈ ജയിൽ ചാട്ടം ജനങ്ങളുടെ മനസ്സിനെ ഗോവിന്ദചാമി എന്ന് പറയുന്ന കൊടും കുറ്റവാളിയിലേക്ക് എത്തിച്ചുകൊണ്ട് മറ്റെന്തോ വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നടക്കുന്നു എന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇതായിരിക്കാം. ഇതെൻ്റെ ഒരു സംശയം മാത്രമാണ് പറഞ്ഞത്. ഇത് ഉണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത്, എൻ്റെ സംശയം. ഇനി ഒരു പെൺകുട്ടിയും ഇതുപോലുള്ള പിശാചുക്കളുടെ കൈകൊണ്ട് എരിഞ്ഞ് തീരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോട് എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റാണ് ഭരണകൂടത്തോട്. ഇരയ്ക്ക് അനുകൂലമായ നിയമം കൊണ്ടുവരിക, ശിക്ഷാരീതി കൊണ്ടുവരിക. നമ്മളുടെ നികുതി പണം എടുത്ത് ഇവരെയൊക്കെ തീറ്റിക്കൊഴിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി നടത്താതെ ഇത്തരം കേസുകളിൽ വധശിക്ഷ വിധിക്കുന്നതിലല്ല, നടപ്പാക്കി മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാനാണെങ്കിൽ പോലും.